മലപ്പുറത്തെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താൻ ഒരു മെഗാ പായസ ചലഞ്ചുമായി പാണ്ടിക്കാട് സാന്ത്വനം പാലിയേറ്റീവ് സൊസൈറ്റി രംഗത്ത്. മധുര സാന്ത്വനം എന്ന പേരിൽ 22,000 ലിറ്റർ പാലട പായസമാണ് അവർ തയ്യാറാക്കിയിരിക്കുന്നത്. 50 ലക്ഷം രൂപ കണ്ടെത്തുകയാണ് അവരുടെ ലക്ഷ്യം. വിതരണം ഇന്ന് നടക്കും. ഗൂഗിൾ കെ വേണുഗോപാലിന്റെ പായസ റിപ്പോർട്ട്. പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് പായസ ചലഞ്ച് നടക്കുന്നു എന്നറിഞ്ഞാണ് ഇവിടെ എത്തിയത്. പക്ഷേ ഇവിടെ എത്തിയ സമയത്താണ് ഉത്സവ അന്തരീക്ഷമാണ്. നമ്മൾ സാധാരണ ഒരു ഉത്സവത്തിന് പോകുന്ന സമയത്താണ് രാഷ്ട്രീയ ഭേദമന്യേ മുഴുവൻ ആളുകളും, ഒരു നാട്ടിലെ മുഴുവൻ ആളുകളുടെയും പങ്കാളിത്തം ഉണ്ടാകുന്നത്. ഇവിടെയും അത്തരത്തിലുള്ള പങ്കാളിത്തം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. എത്ര ഗൗരവത്തോടെയാണ് ഇവർ ഈ വിഷയം ഏറ്റെടുത്തത് എന്നതിൻ്റെ പ്രസക്തി ബോധ്യമാകുന്നത്. എന്തായാലും സൊസൈറ്റിയുടെ പ്രസിഡന്റ് നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, എന്താണ് ഇത്തരത്തിലൊരു ചലഞ്ച് സംഘടിപ്പിക്കാൻ കാരണം? ഈ പാണ്ടിക്കാട് പഞ്ചായത്തിൽ ഏകദേശം 15,000 വീടുകളാണുള്ളത്. എന്നിരുന്നാലും ഇന്നിവിടെ നമ്മൾ പാകം ചെയ്യാൻ പോകുന്നത് 22,000 ലിറ്റർ പായസമാണ്. അതിൽ ഒതുക്കാൻ കാരണം 22,000 ലിറ്റർ പായസം മാത്രമേ ഈ ഒരു സമയത്ത് പാകം ചെയ്യാൻ കഴിയൂ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് 22 ഒതുക്കിയത്. ഇത് നമ്മൾ ഏകദേശം 1.5 ലക്ഷം ഗ്ലാസ് പായസം ഉണ്ടായിരിക്കും. ഇതിൻ്റെ വിജയത്തിന് പിന്നിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന ആളുകൾ തന്നെ നമുക്ക് നോക്കി അറിയാൻ പറ്റും. ഇതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ ഇതിലുണ്ട്, എല്ലാ വിഭാഗം ജനങ്ങളുണ്ട്, എല്ലാ മതത്തിൽപ്പെട്ട ആളുകളുണ്ട്. എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ചെയ്ത ഒരു പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും വലിയ ഒരു പദ്ധതി നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചത്. പാലിയേറ്റീവ് കെയറിൻ്റെ പ്രവർത്തനം എന്തൊക്കെയാണ് ഇത്രയും കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ പറ്റി? പാലിയേറ്റീവ് മുൻകാലങ്ങളിലൊക്കെ പാലിയേറ്റീവ് എന്ന ക്യാൻസർ രോഗികളെ മാത്രം കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രവർത്തനമായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് അതിൽ നിന്ന് വ്യത്യാസം വരികയും കിടപ്പിലായ രോഗികൾ, കിഡ്നി രോഗികൾ, ഡയാലിസിസ് ആവശ്യമുള്ള രോഗികൾ, മാനസിക പ്രശ്നമുള്ള രോഗികൾ, ഇവരൊക്കെ പാലിയേറ്റീവ് കെയറിൻ്റെ ഗ്രൂപ്പിൽ പെടുന്നത്. ഇവരൊക്കെ ക്ലിനിക്കിൽ നോക്കുന്നതിന് പുറമെ വീടുകളിൽ പോയി പരിചരിക്കുക എന്ന ഒരു മഹത്തായ ഒരു ദൗത്യമാണ് പാലിയേറ്റീവ് കെയർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നമുക്ക് ഓർഡർ കിട്ടാൻ കാരണം മത്സരബുദ്ധിയോടുകൂടി ധാരാളം ക്ലബ്ബുകളും കൂട്ടായ്മകളും ഒക്കെ ഇതിൽ പങ്കെടുക്കുകയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മതസ്ഥാപനങ്ങൾ, ദർസുകൾ, ഇവരൊക്കെ പോലീസ് സ്റ്റേഷൻ തുടങ്ങി ഒരു ആൾ പോലും ഇതിൽ നിന്ന് വിട്ടുനിന്നിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ഈ വിജയത്തിൻ്റെ രഹസ്യം. 20,000 ലിറ്റർ പായസം വിതരണം ചെയ്യുക എന്നുള്ളതായിരുന്നു ഇവരുടെ ഉദ്ദേശം. പക്ഷേ അത് കൂടി 22,000 ലിറ്ററിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു നാടിൻ്റെ കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതിന് പിന്നിൽ മഹത്തായ ഒരു ലക്ഷ്യം കൂടിയുണ്ട്. ഈ ലക്ഷ്യം വിജയത്തിലേക്ക് എത്തട്ടെ എന്ന് മാത്രമാണ് നമുക്ക് ആശ്വസിക്കാനുള്ളത്. ഇത്തരത്തിലുള്ള പരിപാടികൾ മറ്റു സ്ഥലങ്ങളിലും ഇവരെ മാതൃകയായിക്കൊണ്ട് കൊണ്ടുപോകാൻ മറ്റ് ആളുകൾക്കും സാധിക്കട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. മുഹമ്മദ് അഷ്റഫിനൊപ്പം ഗൂഗിൾ കെ വേണുഗോപാൽ, 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.